ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലുലുവിലാണ് കേട്ടോ നേരെ പോകുന്നത്. ലുലുവിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ റെട്രോ മൂവി ഫിലിമിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ സൂര്യ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ, നല്ല ട്രാഫിക്കും. പിന്നെ അവിടുത്തെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ വരുന്ന ഇങ്ങനെ എന്താ പറയുന്നത്, മീൻസ് അങ്ങനെ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും നേരെ, ഞങ്ങൾക്ക് അവിടെ എങ്ങും ഒതുക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നേരെ പോയി എവിടെയോ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ നേരെ നടക്കുകയാണ് ഗൈസ്. അങ്ങനെതാ ഞാനും മോളുണ്ട്, മോനുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ ലുലുവിലോട്ട് പോവുകയാണ് ഗൈസ്. പോയിന്ന് നോക്കിയിട്ടൊക്കെ വരാമല്ലോ. അപ്പം നമ്മുടെ ഒരു തൂക്കുപാലം പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ കയറിയാണ് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അവിടേക്ക് കയറി അങ്ങനെതാ നമ്മുടെ സൂര്യ വരാൻ പോവുകയാണ് ഗൈസ്. സൂര്യ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, കുറച്ച് നേരമൊക്കെ നിന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ ഫ്രണ്ടിലോട്ട് പോയിട്ട് സമ്മതിച്ചില്ല. ഞാനൊരു വയലിനിസ്റ്റ് ആയതുകൊണ്ടും വയലിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം മെലഡി ആയതുകൊണ്ടും ചേട്ടന്റെ ഞായറാഴ്ച ഫംഗ്ഷൻ വെക്കിനെ കൊണ്ട് കൊള്ളാം. പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. പിന്നെ പഞ്ചൂരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ക്രേസാണ് കേട്ടോ വണ്ടിക്കും എല്ലാം. പിന്നെ കാർഡുണ്ടായിക്കൊണ്ടിട്ട് അവർ കുറേ നേരമൊക്കെ അതിൻ്റെ അകത്തൊക്കെ നിന്ന് കളിച്ചു. അവന് ഏത് വണ്ടിയിൽ കയറണമെന്നുള്ള ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൻ കുറേ എല്ലാത്തിലും അവനെ ട്രൈ ചെയ്യണം. അങ്ങനെ കുറേയൊക്കെ കാർഡിട്ട് കൊടുത്ത് കുറേയൊക്കെ കാർഡിട്ട് കൊടുക്കില്ല. പിന്നെ അതിനുശേഷം ഇത്തിരി ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് ഉള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമായിരുന്നു കഴിക്കാനായിട്ട് ചൂസ് ചെയ്തത്. എനിക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. പിന്നെ മിക്സഡ് ആയിട്ടുള്ള എന്തോ ഒരു ക്യാൻഡി കോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള, സെൻറ്ററിൽ വരുന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അങ്ങനെ അതും മേടിച്ച് നമ്മൾ പോയിരുന്നു ഐസ്ക്രീം കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം അവിടുത്തെ ഏറ്റവും ഒത്തിരി നല്ല ബെറ്റർ ആയിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ തലപ്പാക്കട്ട് ബിരിയാണിയാണ്. അങ്ങനെ അത് ഓർഡർ ചെയ്തു, അത് കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം ചിക്കൻ 65ൻ്റെ തലപ്പാക്കട്ട് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് വന്നു. പിന്നെ അതിനുശേഷം തന്നെ പോയി ലോലിപോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ഭയങ്കര ഇഷ്ടമാണ്. ആ ടൊമാറ്റോയുടെ ആ സോസൊക്കെ വന്നിട്ടുള്ള ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സെവനപ്പൊക്കെ കുടിച്ചു. അപ്പം മൂക്കടുത്ത ക്രൈസായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് യൂറോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോകണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ അവളുടെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കാര്യം ഇവൻ എല്ലാ വണ്ടികളിലും കാര്യങ്ങളിലും കയറുന്നത്, അവൾക്ക് വേറൊരു ക്രൈസാണ് കേട്ടോ. അങ്ങനെ അവരിത് ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാമൊക്കെ കവർ ചെയ്ത് അവൾ അങ്ങനെ ഇങ്ങനെ കയറി പോവുകയാണ് ഗൈസ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റായി വന്നു. പിന്നെ നമ്മൾ അതിനുശേഷം നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ട്രോളൊക്കെ വിട്ടിട്ട് ഇതാ പോകുന്നു ഗൈസ്. അവൻ അതിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയാലേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വല്ലതും എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. പിന്നെ അനിയനും ഒക്കെ തായ്ലൻഡിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ എയർപോർട്ടിൽ അവർ വിളിച്ചായിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് അവരിയ്ക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ അവിടെ പോയി അവരെയൊക്കെ കണ്ട് നമ്മൾ യാത്ര പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പോയിട്ട് വരാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അവിടെ എത്തുന്നത്, എയർപോർട്ടിൽ എത്തുന്നത്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.